ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടു മിനിഞ്ഞാന്ന്. ആൻഡ് എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷേ അവരുടെ നിന്ന് കിട്ടിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനൊരു ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടും. ഞാൻ വിചാരിച്ച ഓക്കെ 4-5 പേര് കാണുമായിരിക്കും, അവരങ്ങനെ വിടും. പക്ഷേ എനിക്ക് കിട്ടിയ എവിടെ നിൽക്കുകയോ കുറേ പേര് ഇമോഷണലായി, അങ്ങനെയൊക്കെ. സോ എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും ഒരു നന്ദിയാണ് പറയാനുള്ളത്. ഒരുപാട് സ്നേഹം എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും അവിടെ സ്ട്രഗിൾ ചെയ്യുക. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എടാ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊക്കെയാണ് കൺസേൺ എന്ന് പറഞ്ഞിട്ട്. ഈ നാട്ടുകാരും വീട്ടുകാരും, നാട്ടുകാരെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് നിങ്ങളോടിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളെ നിങ്ങളെ ലൈഫിൽ കാണില്ല. കാരണം എനിക്ക് ഓരോ കാര്യത്തിനും ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ നിങ്ങളെ മുന്നിൽ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് ചിരിച്ച് നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾ ഈ പിടിച്ചു വെക്കുന്ന ഫാക്ടർ എന്ന് പറയുന്ന ഈ നാട്ടുകാരും ഈ വീട്ടുകാരും ആണെങ്കിൽ പ്ലീസ് ഒഴിവാക്ക്. അവരെ നമ്മൾ പണ്ടേ ഒഴിവാക്കേണ്ടതായിരുന്നു. വി ആർ ടു ലേറ്റ്. സോ ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങളോട് ഞാനൊരു കഥ പറഞ്ഞുതരാം. നമുക്ക് നാട്ടുകാരെ പറ്റി സംസാരിക്കാം. ഞാൻ ഒരു പണ്ടത്തെ കഥ പറഞ്ഞുതരാം. ഞാൻ പണ്ട് കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം ഈ ടീംസ് ഉണ്ടല്ലോ, ഈ നാട്ടുകാർ ടീംസ്, ഇവരിങ്ങനെ ഇറങ്ങും. എന്നിട്ട് ഇവരെന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും സംസാരിക്കില്ല. ഇവർ നേരെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്താ ബിന്ദു, മോക്ക് നീ ഒന്നും തിന്നാൻ കൊടുക്കില്ലേ, അവളെന്നിങ്ങനെ മെലിഞ്ഞിന് എന്ന് ചോദിക്കും. അപ്പം എൻ്റെ പാവം അമ്മേൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യും. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും, അമ്മ ഈ ഇല്ലാത്ത പൈസ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്ന് എന്നെ ആരോഗ്യം വെപ്പിക്കും. ഞാനൊന്ന് തടിച്ച് ഒന്ന് സെറ്റപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെയും വരും. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇങ്ങനെ, നീ ഒരേ തീറ്റയാണല്ലേ, എന്നാൽ ഇങ്ങനെ തടിച്ചിന് എന്ന് ചോദിക്കും. ആ സമയത്തേക്ക് എനിക്ക് ഇവർക്ക് നല്ല മറുപടി കൊടുക്കണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയല്ല വളർത്തിയത്. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇനിയും നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പാട് വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിലിടും. അറിയാലോ, ഈ മറ്റേ രേണുസുതി പറയുന്ന പോലെ ഞാൻ സെലിബ്രിറ്റി ആട്ടാ. സോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അവരെല്ലാം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ചാൽ നാളെ പോയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ വീഡിയോ ഇടണം, അതൊന്നുമല്ല. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ ഇറ്റ്. നാട്ടുകാർ വീട്ടുകാർ അവരൊന്നും ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല, നമ്മളെ ജഡ്ജ് ചെയ്യാനല്ലേ. എന്താ പറയുക, ഇവരൊന്നും പെർമനൻ്റ് അല്ല. അപ്പോൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മളെന്തിനാണ് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്? സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കതിൻ്റെ ആക്ച്വൽ ഹാപ്പിനെസ് മനസ്സിലായത്. എനിക്കറിയില്ല അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന്. നമുക്കത് തരുന്നൊരു കോൺഫിഡൻസ്, നമ്മളെ മുഖത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്ന ആ സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നറിയില്ല. സോ യു ഷുഡ് ഓൾസോ ട്രൈ. നമുക്കത് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം അടിപൊളിയാണ്. സോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു കാര്യം പറയാം. 19 കൊല്ലമായിട്ട് നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാൾ ഇപ്പോൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അത് കണ്ട് ജീവിച്ച് വന്നുകൊണ്ടായിരിക്കും എനിക്കൊരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഐ ആം ലേറ്റ്, ഐ നോ, ബട്ട് നമ്മളെല്ലാവരും മാറണം. നമ്മൾ നാളെ ഒരിക്കലും അവരെ പോലെ ആവരുത്. നമ്മളെ ലൈഫിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ 2 വീഡിയോ ഇട്ട് ഇവളിപ്പം മോട്ടിവേഷൻ സ്പീക്കറായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. ഇപ്പം ഞാൻ ഇത് പറയുന്നത് കേട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ മാറിയ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളെ ചിന്താഗതി മാറി നിങ്ങൾ മുന്നോട്ട് വരുവാണെങ്കിൽ അതെൻ്റെ വിജയമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇത് എത്ര പേരെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട്
എനിക്ക് വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്നവർ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് വാ. ആർക്കു വേണ്ടിയാ? ഒരാവശ്യമില്ല. അവർ നമ്മളെ മോശം കാണാൻ മാത്രം നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. ഞാൻ പോയിൻ്റാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്തതിന്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും നന്ദി മാത്രം. ഒരുപാട് സന്തോഷം. ഇനിയും ഉണ്ടാവണം. താങ്ക് യു.